ചെറിയ പെട്ടിക്കൂട് കണ്ടില്ലേ, ഇതെന്താന്ന് മനസ്സിലായോ? സംഭവം ഒരു റെക്ടാംഗിൾ ഷേപ്പിൽ നമ്മൾ ഈ ജർമ്മനിയിൽ പല സ്ഥലങ്ങളിലും ഇത് കാണാറുണ്ട്. അപ്പോൾ ഇതിലെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഇലക്കറികളും പിന്നെ ചെറിയ രീതിയിലുള്ള പച്ചക്കറികൾ, തക്കാളി, കോളിഫ്ലവർ, അങ്ങനെ പലതിലായിട്ട് കാണും കേട്ടോ. നമുക്ക് ആർക്ക് വേണമെങ്കിലും ഭക്ഷണം എടുക്കാം കേട്ടോ. പിന്നെ ഇതിൽ അവർ താഴത്ത് നമുക്ക് ഇതെങ്ങനെയാണ് കൃഷി ചെയ്യേണ്ടതെന്നുള്ള കുറേ ലീഫ്ലെറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് നമ്മളൊരു കൃഷി ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏത് വിളവാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, പിന്നെ അത് കഴിഞ്ഞിട്ട് വേറെ എന്ത് ചെയ്യാം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. ഇതിപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്തായിട്ട് തന്നെ 1 കിലോമീറ്റർ ഇങ്ങനത്തെ 2 പെട്ടിക്കൂടുകൾ ഇതുപോലെ ചെടി വെച്ചിട്ട് ഇതുപോലെ ലീഫ്ലെറ്റൊക്കെ ഇട്ടിട്ട് കണ്ടിട്ടുണ്ട് കേട്ടോ. ഇത് സെയിം കളറിലൊക്കെയാണ് അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. സ്ലോ ഫുഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് കേട്ടോ ഇത് ചെയ്യുന്നത്. ഈ സ്ലോ ഫുഡ് എന്നത് ഒരു ആഗോള പ്രസ്ഥാനമാണ്. അത് പ്രാദേശിക ഭക്ഷണം, പരമ്പരാഗത ഭക്ഷണ രീതി, പരിസ്ഥിതി സൗഹൃദ കാർഷിക രീതികൾ എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനാണ് ഇത് തുടങ്ങിയത്. ഇത് 1986 ഇറ്റലിയിലാണ് ആരംഭിച്ചിട്ടുള്ളത്. ഫാസ്റ്റ് ഫുഡിന് എതിരായിട്ടുള്ള ഒരു പ്രസ്ഥാനം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം.